വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വയ്ക്കാം. വൈറ്റ് സോസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ ബട്ടർ, അതൊന്ന് മെൽറ്റായ ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ ഇടുക. എന്നിട്ട് അത് യോജിപ്പിക്കുക. കട്ട ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ യോജിപ്പിച്ച ശേഷം നമുക്ക് അതിനകത്ത് 1 കപ്പ് പാലും ഒഴിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ യോജിപ്പിക്കുക. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നല്ലപോലെ ഒന്ന് കുറുകിയ ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് സൈഡിലോട്ട് വെക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വറുക്കാം. നല്ലപോലെ മൊരിഞ്ഞ ശേഷം നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട ശേഷം നമ്മൾ ഗ്രേറ്റഡ് ആയിട്ടുള്ള ചീസ് ഒന്ന് മുകളിൽ ചിക്കൻ്റെ മുകളിലോട്ട് ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വൈറ്റ് സോസും കൂടെ ആഡ് ചെയ്യാം. വൈറ്റ് സോസും ചീസും എല്ലാം ആഡ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലെക്സും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയും ബട്ടർ നാൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടർ നാനാണ്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.